करंट जैसे मिल जाए सदियों से अटकर बंड जैसे जुबां पे चढ़ गए ओए कुड़ी जुबां पे चढ़ गई लहू में बढ़ गई ओए कुड़ी लहू में बढ़ गई कमली कहानी ऐसी जंगली जवानी ऐसी जंगती पिघल. ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ടൈറ്റൽ കോൾഡ് പ്രൊഫസർ. ഓക്കെ, നമുക്ക് സ്റ്റോറി ഇട്ട് പോവാം. ഹീറോ ഫസ്റ്റ് ടൈം കോളേജിലേക്ക് വരികയാണ്. ഹീറോ ഇങ്ങനെയെല്ലാം നോക്കുമായിരുന്നു. വലിയ കോളേജല്ലോ, എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു കോളേജിൽ പോകുമ്പോൾ എന്നെ ഒരു ഗേൾ ഇടിച്ച്. ഹായ് ഹായ്, എൻ്റെ പേര് റോസി. നിങ്ങൾ ഞാൻ ഫസ്റ്റ് ഇയറാണ്. ഹീറോയി പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ടൈം. ഞാൻ റോസി. നിങ്ങളെ പേര്? അനു. എന്ത്, അനു ആണോ? അതെ, അനു എൻ്റെ കൂടെ. അനു പറഞ്ഞു. അതെ, കോളേജിൽ അനുക്ക് ക്ലാസ് കാട്ടി. ഹീറോയുടെ പേരാണ് അനു. അനു ക്ലാസ്സിലേക്ക് വന്നു. വാ, നന്നായിട്ടുണ്ടടി ക്ലാസ്. അതെ അതെ, ഇവിടുത്തെ പ്രൊഫസർ പറഞ്ഞ ഇന്ത്യയിലാണ് കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കോളേജ് നന്നായിട്ടുണ്ടല്ലോടി, റോസി പറയാം. കോളേജ് അങ്ങനെ ജിമ്മിന് വന്നു. അതെ, ജിമ്മിൻ പറഞ്ഞ ഒരു കൊറിയൻ പ്രൊഫസറാണ്. മാത്രം ജിമ്മിന് ഇവിടെ സെറ്റിലായിരുന്നു. ജിമ്മിനിക്ക് ഈ പ്ലേസ് ഏറ്റവും ഇഷ്ടപ്പെട്ടായിരുന്നു. അതുമാത്രമല്ല, ജിമ്മിനിക്ക് ഇവിടെ കോളേജ് ജിമ്മിൻ്റെ സ്വന്തം കോളേജാണ്. ജിമ്മിൻ ആ കോളേജിൽ, അതെ, ജിമ്മിൻ്റെ ചേട്ടാനാണ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ. ആറമാണ്. ജിമ്മിന് ക്ലാസ്സിക്ക് ഫസ്റ്റ് കോളേജിൽ ഹീറോ ഹോസ്റ്റലിലേക്ക് പോയി സാധനങ്ങൾ വെച്ച് ക്ലാസ്സിക്ക് വന്നു. അങ്ങനെ ജിമ്മിന് ക്ലാസ് ഫസ്റ്റ് വന്ന് ഹീറോയിനോട് റോസി പറയാം. എടി, ഈ പ്രൊഫസർ കോൾഡ് പ്രൊഫസർ എന്നോട് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. റോസി ചേച്ചിക്കല്ല ചേച്ചി പറഞ്ഞത്. ചേച്ചി എന്ത് കോൾഡ് പ്രൊഫസറാ? അതെ അതെ, ഇവർ പുതിയ പ്രൊഫസർ പറഞ്ഞു കേട്ടായിരുന്നു, ഇയാളെക്കുറിച്ച് കോൾഡാണ്. റോസി ചേച്ചി അതെ, തേർഡ് ഇയർ പഠിക്കാനല്ലേ, എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കോൾഡായി സംസാരിക്കുന്നുണ്ട് പറഞ്ഞു. ഇപ്പോൾ നോക്കൂ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ശരി, ഓക്കെ, ഇന്ന് എല്ലാവരും എൻട്രി പറയും. എല്ലാവരും പേര് പറഞ്ഞു. അങ്ങനെ റോസി. ഹായ് സർ, എൻ്റെ പേര് റോസി. കുട്ടീനിൻ്റെ ഹായ് സർ, എൻ്റെ പേര് അനു. ഓ, അനു. ശരി, ഓക്കെ. ജിമ്മിൻ പറഞ്ഞ് ക്ലാസ് എടുക്കാമായിരുന്നു. ക്ലാസ് ഹീറോയ്ക്ക് 5 വയസ്സായി. എന്ത് ഫസ്റ്റ് പാർട്ടിൽ ക്ലാസ്? അയ്യോ, എന്ത് പ്രൊഫസർ? എന്ത് മാത്സ് പ്രൊഫസറാ? അങ്ങനെ ഷോക്കായിരുന്നു. ജിമ്മിൻ നന്നായിട്ട് മാത്സ് എടുക്കായിരുന്നു. ജിമ്മിനിക്ക് നല്ല മാത്സ് ഒന്നും ഇത്ര ഇഷ്ടമാണ്. മാത്സ് നന്നായിട്ട് ഹീറോയ്ക്ക് പഠിപ്പിച്ചാൽ കുറച്ച് വീക്കാണ്. ജിമ്മിനിക്ക് അത് കണ്ടുപിടി. അങ്ങനെ ക്ലാസ് ഡേയ്സ് പോകുമ്പോൾ ജിമ്മിനിക്ക് മനസ്സിലായി വീക്കാണോ. ശരി, ഇവൾക്ക് ഫസ്റ്റ് ക്ലാസ് കൊടുക്കുക. ഹീറോയിനെ സൈറ്റ് അടിച്ചുകൊണ്ട് ജിമ്മിനിരിക്കുക. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു ജിമ്മിനിക്ക് ഹീറോയെ പോലെ കണ്ണുണ്ടായിരുന്നു. അങ്ങനെ ജിമ്മിൻ ക്ലാസ് എടുത്തു. റോസി. എന്താ? റോസിന് കുറച്ച് ഇത് മാത്സിൽ വീക്കായിട്ടുണ്ടോ? ഇവൾക്ക് അതിനായിട്ട് വീക്ക്. 2 പേര് എൻ്റെ വീട്ടിൽ വന്ന് 2 പേര് പഠിക്കാൻ വരണം, മനസ്സിലായോ? ഇതാണ് അഡ്രസ്സ് എന്ന് റോസിനോട് പറഞ്ഞു. ഓക്കെ സർ, ഞാൻ വരാം എന്ന് പറഞ്ഞു. റോസി അവിടെ നിന്ന് കൂടെ ഓടിപ്പോയി. റോസിക്ക് അറിയാൻ പറഞ്ഞു. എന്ത്? അത് എനിക്ക് പറ്റില്ല. ഹീറോയി വീട്ടിൽ പോയിട്ട് പറഞ്ഞു. അമ്മേനെ ഐസ് വെച്ച് അമ്മ പറഞ്ഞു, നീ പഠിക്കുന്ന 2 പേര് വീട്ടിലേക്ക് പോയിക്കോന്ന്. ഹീറോയിൻ്റെ അടുത്താണ് ഫോൺ ചെയ്തിൽ പറഞ്ഞായിരുന്നു. ഹീറോ ഹോസ്റ്റലിലാണ് ഉള്ളത്. അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് ദൂരം ജിമ്മിൻ്റെ വീടാണ്. അങ്ങനെ കൊണ്ട് അതെ, ജിമ്മിൻ്റെ വീട്ടിലാണ് ഹീറോയി. ഹോസ്റ്റലിൽ പറഞ്ഞ ഇത്ര മണിക്കാണ് വന്നതിന്. അതുകൊണ്ട് ഹീറോയി വേഗം പഠിച്ച് വേഗം വരും ഹോസ്റ്റലിൽ. അത് ഹീറോയിൻ ഡേയ്സ് പോകാൻ തുടങ്ങി. ജിമ്മിനിക്ക് ശരിയാവില്ല. ഹീറോയിൻ നന്നായിട്ട് പഠിക്കുകയാണ്. അതല്ല 1 മന്ത് ലീവ് കിട്ടി. അങ്ങനെ ജിമ്മിന് ഹോളിഡേ 1 മന്ത് ലീവ് കിട്ടി. അങ്ങനെ ജിമ്മിന് പോയി ജിമ്മിൻ്റെ വീട്ടിലോട് മമ്മിയോട് ഡാഡിയോട് പറഞ്ഞു. ഹീറോ ഇന്ത്യ പ്ലേസിലാണ് ഉള്ളത്. കുറച്ച് അങ്ങനെ അവിടെ ജിമ്മിൻ പറഞ്ഞു. മം, എനിക്ക് ഒരു ഗേൾ ഇഷ്ടപ്പെട്ടു പോയി. അഡ്രസ്സെല്ലാം കിട്ടിയിട്ടുണ്ട്, നമ്മൾ അവിടേക്ക് പോവാം. അങ്ങനെ ജിമ്മിന് മമ്മി ശരി ഓക്കെ. അങ്ങനെ ജിമ്മിന് മമ്മി ഹീറോയിൻ നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ ജിമ്മിൻ കുറച്ച് ദൂരമാണ് പറഞ്ഞ അങ്ങനെ ആ പ്ലേസിലേക്ക് വന്നു. ഹീറോയുള്ള പ്ലേസിലേക്ക് വന്നു. ജിമ്മിൻ കാറിൽ ഡ്രൈവ് ചെയ്ത് കുറച്ച് ദൂരമാണുള്ളത്. ഹീറോയിൻ മമ്മിയോട് പറഞ്ഞു. അവർ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിന് സാരി ഉടുപ്പിച്ചിട്ട് വന്നു. എന്ത് മമ്മി, ഇനി പെണ്ണുങ്ങൾ വരുന്ന
മോം ഞാൻ ഫസ്റ്റ് ഡേ കോളേജ് പഠിക്കാം, അത് സാരമില്ല. നോക്കുമ്പോൾ ഹീറോയിൻ നോക്കുമ്പോൾ ജിമിൻ ഷാക്ക സാർ നിങ്ങളാ എന്ത് ചെയ്യുന്നത്? ഹീറോയിൻ പറഞ്ഞു മോം എനിക്കിവിടെ സംസാരിക്കണം. അത് സാറില്ല, ജിമ്മിനോട് സംസാരിക്കണം. ജിമ്മിന് പറഞ്ഞു എനിക്കുള്ളത് സംസാരിക്കണം. ഞാൻ ഹീറോയിൻ മോൻ പറഞ്ഞു റൂമിൽ വിളിച്ചോണ്ട് പോകും. അങ്ങനെ ഹീറോയിൻ മാടിക വിളിച്ചോണ്ട് പോയി. സാർ നിങ്ങൾക്ക് എന്നാ സാർ ഈ മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല, ഫോഴ്സാണ് സാർ, അങ്ങനെ പെടും നോക്കുക, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല നിങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ ക്ലാസ് സ്റ്റുഡൻറ്റ്. ഹീറോയിൻ ജിമ്മിന് ജിമ്മിനെ എടുത്തോണ്ട് പോയപ്പോൾ ഹീറോയിനെ പിടിച്ച് നിന്നെ കാണാൻ ക്യൂട്ടായിട്ടുണ്ടല്ലോ. ജിമ്മിനെ പിടിച്ച് ക്ലോസ് എടുത്ത് ജിമ്മിന് കിസ് അടിക്കാൻ. സാർ നിങ്ങൾ എന്താ ചെയ്യുക? ഐ ലവ് യു ബേബി, എനിക്ക് എന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു, ഞാൻ പ്രപ്പോസ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്തില്ല, എന്താ ചെയ്യുക? എന്താ സാർ പറയുന്നത്? അതെ ബേബി, ഐ എം ഫോർ ഇൻ ലവ് വിത്ത് യു ബേബി. സാർ നിങ്ങൾ കോൾഡായിട്ടുണ്ട് പറഞ്ഞ ഇപ്പോഴെന്താ സാർ ഓൾ ടൈം സംസാരിക്കുന്നത്? അതൊന്നുമില്ല ബേബി, എനിക്കറിയുന്ന ഒറ്റ ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ലുക്ക് ഞാൻ എന്നെ ഫ്ലാറ്റായി. ജിമ്മിന് പറഞ്ഞു. ഇത് കേട്ട് ഹീറോയ്ക്ക് ഷോക്ക്. സാർ അത് ജിമ്മിനെന്ന് വിളിച്ചു. ഹീറോയിൻ ഫസ്റ്റ് കിസ് അടിച്ച് ശരി ബായ് എന്ന് കണ്ണടിച്ച് ജിമ്മിനോട്ട് സ്ലിപ്പ് ചെയ്ത് ഹെയർ സ്ലിപ്പ് ചെയ്ത് ജിമ്മിന് എന്താടാ ജിമ്മിൻ ഓക്കെ ആണോ? ഓക്കെ മോം. ജിമ്മിൻ കൊണ്ടുപോയി ഇരുന്നു. വീട്ടിലല്ല ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ എൻഗേജ്മെൻറ്റ് ചെയ്യാം എന്ന് ജിമ്മിൻ മമ്മി പറഞ്ഞു പോയി. അങ്ങനെ എൻഗേജ്മെൻറ്റ് രണ്ടുപേർക്ക് എൻഗേജ്മെൻറ്റ് ഉണ്ടത്. ഇനി കുറച്ച് ഡേയ്സ് കഴിഞ്ഞ ശേഷം മാരേജ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോയി. ജിമ്മിന് പറ്റും വേഗം മാരേജ് ചെയ്യും മോം. ശരിടാ ഞാൻ ടെൻഷൻ വേണ്ട, അവൾ പഠിക്കണതില്ല സാറില്ല മോം, എനിക്ക് മാരേജ് കഴിക്കണം. ചേട്ടാ നീ മാരേജ് കഴിച്ചാൽ നിനക്ക് പിടിച്ച മതി പെണ്ണ് കിട്ടിയിട്ടാ പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ മിണ്ടാതിരുന്നു. ഈ പോക്കടാ ജിമ്മിൻ എന്ന് പറഞ്ഞു. ഹീറോയിൻ ക്ലാസ് എടുക്കുമ്പോൾ ജിമ്മിൻ ഹീറോയിൻ നോക്കുമായിരുന്നു. ഇത് റോസ് ശ്രദ്ധിച്ചായിരുന്നു. അങ്ങനെ ജിമ്മിൻ ക്ലാസ് എടുത്ത് പോയി. ഹീറോയിൻ രണ്ട് റോസി കേട്ടു. അത് മുച്ച് എൻ്റെ ഫിയാൻസിയടി. എന്ത് ഫിയാൻസിയാ? ചുമ്മാ ജോക്ക് എന്ത് പറയണ്ടടി, എൻ്റെ മാരേജിക്ക് അപ്പം എനിക്ക് മനസ്സിലാവും. ഞാൻ ചുമ്മാ ജോക്ക് പറയുന്ന മാരേജാ? റിയൽ ആണോടി? റിയൽ ആണ്. റോസി ഒന്നും ഇവള് പുകരുന്നു. റോസി നമ്മൾ റൊമ്പിയേ ഇല്ല റോസി. ശരി ഇവൾ മാരേജ് കൊണ്ട് ഷോക്കാവില്ല മതി. അങ്ങനെ കുറച്ച് ഡേയ്സ് പോയി. ഹീറോയ്ക്ക് മാരേജ് ചെയ്യാൻ റോസിൻ്റെ വീട്ടിൽ. റോസി എന്ന് പറ്റുമോ മോം? നിൻ്റെ ഫ്രണ്ടിക്ക് മാരേജ് ചെയ്യാൻ റെഡി ആയിക്കോ. മാരേജാ? അതല്ല മാരേജിക്ക് പോവാം. റോസിക്ക് മനസ്സിലായില്ല, ഏതോ ഒരു പഴയ ഫ്രണ്ടിക്ക് മാരേജാ തോന്നുന്നു. മാരേജിക്ക് പാർട്ടി പോവുക എന്ന് റോസിനോട് പറഞ്ഞു. റോസിക്ക് അറിയില്ലായിരുന്നു ഹീറോയിൻ്റെ മാരേജെന്ന്. റോസി റെഡിയായിട്ട് വന്നു. റോസിൻ്റെ അമ്മയ്ക്കാർ റോസിക്ക് അറിയുമെന്ന് വെച്ച് റോസിൻ്റെ അമ്മ വിളിച്ചുകൊണ്ട് പോന്നു. നോക്ക് ഹീറോയിൻ്റെ വീട് നല്ല ഡ്രഗ്സ് ആയിരുന്നു. റോസിക്ക് ഷോക്ക്, ഇത് അവളെ വീടല്ലേ? അതെ റോസിക്ക് ഹീറോയിൻ്റെ വീട് ഓൾറെഡി റോസി വന്നിരുന്നു. വീട്ടിലേക്ക് ഹീറോയിൻ കൂടെ സ്കൂളിൽ കോളേജിൽ വീട്ടിയപ്പോൾ റോസിക്ക് ഷോക്കായിരുന്നു. രണ്ടുപേരും വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഹീറോയിന് കല്യാണം അങ്ങനെ റോസി വിളിച്ചോണ്ട് വരുമായിരുന്നു പെണ്ണിനെ, തുണ പെണ്ണിനെ. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ റോസി